കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെയും പലവിധമായ സെക്ഷനുകൾ നമുക്ക് ദൈവ ശുശ്രൂഷകന്മാർ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവ ഇടങ്ങൾക്ക് തന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നുവെന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ധ്യാ സെഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ്റെ ബ്ലെസ്സിങ്ങിനായിട്ട് ബ്രദർ ബേബി തോമസ് മസ്കിറ്റ് അസംബ്ലി കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ ഗായക സംഘം 2-3 പാട്ടുകൾ പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. അതിനുശേഷം കടന്നു വന്ന് അടുത്തുള്ള അനൗൺസ്മെൻ്റ് അറിയിക്കാം. ആ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂടി വരവ് അവിടുന്ന് സമ്മാനിച്ചിരിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കൂടി വരവിൽ അവിടുത്തെ സാന്നിധ്യമുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത്. ദൈവസന്നിധിയിലായിരിക്കുന്നത് കർത്താവെ എത്രയോ ഭാഗ്യമുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ലോകത്തിൽ അനേകം മഹാന്മാർക്ക് ലഭിക്കാത്ത പദവി അവിടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സത്യം ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ അവിടെ ഞങ്ങളെ പ്രാപ്തരാക്കിയുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാർ കണ്ടെത്തിയ ആ സത്യത്തിൽ ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയിരിക്കുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ പിൻതലമുറകൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി ഇരിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവവചനം ഞങ്ങൾക്ക് ശ്രവിപ്പാനും അതനുസരിച്ച് മുന്നോട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിപ്പാനും ഞങ്ങളെ ഇടയാക്കണം, സഹായിക്കണം. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവമക്കളെ എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരെയൊക്കെ അതിന് പ്രാപ്തരാക്കിയിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം സകലവും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ കൃപയും സ്വീകരിക്കുമാറാണമേ. ആമേൻ. നമുക്കേവർക്കും പരിചയമുള്ള ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഈ വൈകുന്നേര സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ശബ്ദമുയർത്തി കരങ്ങളടിച്ച് ഈ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സോങ് ബുക്കിലെ സോങ് നമ്പർ 10, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ. നമുക്കെല്ലാവർക്കും ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് പാടാം. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരമത്രേ, ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനവൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനവൻ ജീവിത ഭാഗ്യമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതിരമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ
ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയാൽ എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സ്നേഹമാം സ്വർഗീയ ദാനത്താൽ, അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ, സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ. ശത്രുവമെന്നെയും സ്വന്തമാക്കിയ, ശത്രുവമെന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനേ, അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപനേ, അതുല്യ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനവൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനവൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. താങ്ക് യു. നമ്മളെല്ലാം മിക്കവാറും എല്ലാവരും തന്നെ പാടുന്നത് കാണാമായിരുന്നു. എന്നാൽ ചില മുഖങ്ങൾ വളരെ മ്ലാനമായിരിക്കുന്ന പോലെ തോന്നി. അടുത്ത ഗാനം പാടുമ്പോൾ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ആ ഗാനം പാടാം. അതിനു മുമ്പായി ഒരു പാട്ടിൻ്റെ സമാഹാരം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഇവിടെ ഈ ഡ്രം വായിക്കുന്നത് അദ്ദേഹം ലണ്ടനിൽ നിന്ന് വന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമായി ഒരു സംഗീത കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹാർട്ട് ബീറ്റ്സിൽ കീബോർഡിസ്റ്റായിരുന്ന റോയി ബ്രദറിൻ്റെ സഹോദരനാണ് ജോയ്. അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്, സംഗീതജ്ഞനാണ്. അദ്ദേഹം എഴുതിയ 15 ഗാനങ്ങൾ അടങ്ങിയ ഒരു പെൻ ഡ്രൈവ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വിൽപ്പനയ്ക്കെന്ന് അദ്ദേഹം പറയുന്നില്ല. എന്നാൽ അതിന് നമ്മളൊരു ഡൊണേഷൻ നൽകുകയാണെങ്കിൽ തൻ്റെ ശുശ്രൂഷകൾക്കും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും അത് ഉപയോഗിക്കും എന്നുള്ള നിലയിലാണ് അത് നൽകുന്നത്. അതിൻ്റെ ഒരു മോഡൽ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, ഞാനൊന്ന് കാണിക്കാം. ഇതൊരു കാർഡ് പോലെ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ പ്രസ് ചെയ്താൽ അതിൻ്റെ പെൻഡ്രൈവ് നമ്മുടെ ഇങ്ങനെ അതൊരു പെൻഡ്രൈവായിട്ട് മാറ്റപ്പെടും. അത് നമ്മുടെ കാറിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ കുത്തി കേൾക്കുവാനായിട്ട് കഴിയും. 15 ഗാനങ്ങൾ അടങ്ങിയ ഒരു ഗാനസമാഹാരമാണ്. നിങ്ങളത് വാങ്ങണം, അതിനെ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പാടാൻ ആഗ്രഹിക്കുന്ന ഗാനം യേശുവേ രക്ഷാദായക നിന്റെ സന്നിധിയെ വരുന്നേ എന്നുള്ള ഗാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനമാണല്ലോ. നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 2ാമത്തെ ഗാനം. അതിൻ്റെ സാൻസ ഇങ്ങനെയാണ്: ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിൽ ജീവനെ തന്നത്. നമുക്കെല്ലാവർക്കും അനുഭവമായിട്ടുള്ള ഒരു ഗാനമാണ്. അതുകൊണ്ട് ആ ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. യേശുവേ രക്ഷാദായക.
യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ പാപമായി തീർന്നവനേ ശാപരോഗമേറ്റവനേ പാപമായി തീർന്നവനേ എനിക്കായിട്ടല്ലയോ കുശിങ്ങൾ പാടുകൾ കേട്ടത് കുശിങ്ങൾ പാടുകൾ കേട്ടത് യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ എന്റെ പാപഭാരവുമായി വല്ലഭായേകു രക്ഷയേ ആത്മദേഹിദേഹത്തെയും
കൈകളിൽ തീർക്കയെന്നെ നിന്റെ ഗീതം പോൽ തരുന്നു നിൻ കൈകളിൽ തീർക്കയെന്നെ നിന്റെ ഗീതം പോൽ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായേ രക്ഷയേ എന്റെ പാപഭാരവുമായി വല്ലഭായേ രക്ഷയേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ല ഗാനങ്ങളാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിച്ചു. ഗായക സംഘത്തോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഈ സമയം നമ്മുടെ വചനശുശ്രൂഷയ്ക്കുള്ള സമയമാകുന്നു. പ്രിയ കർത്തദാസൻ റോയ് മാത്യുവിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 3 സെഷനുകൾ പ്രിയദാസനിൽ കേൾക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി. വന്ന് കാൺമീൻ എന്ന വചന ശകലത്തിൽ നിന്ന് തുടങ്ങി വന്ന് എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിപ്പീൻ എന്ന വചനശകലത്തിൽ വന്ന് നമ്മൾ നിൽക്കുകയാണ്. പ്രിയദാസൻ്റെ വചന ശുശ്രൂഷയൊക്കെയും നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനും കഴിഞ്ഞു എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെയും ഈ സെഷൻ പ്രിയ ദൈവദാസനിൽ നിന്ന് കേൾപ്പാൻ തക്കവണ്ണം ഇടയായവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയദാസൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് തൻ്റെ ശുശ്രൂഷയെ നിർവഹിക്കുന്നതാണ്. അതിനുശേഷം ക്ലോസിംഗ് പ്രെയർ പ്രിയ ബ്രദർ പൊന്നൂസ് ഡാനിയൽ മുന്നോട്ട് കടന്നു വന്ന് ചെയ്യും. അതിനുശേഷം ഞാൻ മുന്നോട്ട് കടന്നു വന്ന് ക്ലോസിംഗ് അനൗൺസ്മെൻറ്റ്സ് നടത്തുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി ദൈവീകമായ കൃപകൾ, ദൈവവചനത്തിൻ്റെ മഹത്തായ ആ സദ്യ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർത്തു. ആ കൃപയെ നമുക്ക് വാഴ്ത്താം. നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയായി തീർന്നു. അത് എൻ്റെ അനുഭവമാണ്, നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. അനുഗ്രഹീതമായ ചിന്താവിഷയമാണ് ദൈവം നമുക്ക് നൽകിയത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം ഇന്ന് കേൾക്കുന്നു. എൻ്റെ ശബ്ദം ജീവിതത്തിൽ മുഴുവൻ, എൻ്റെ ശബ്ദം നിത്യതയിലും അവർ കേൾക്കും. ഞാനവയെ അറിയുന്നു. നമ്മെ കർത്താവ് നിത്യതയിൽ അറിഞ്ഞു, നമ്മെ ഇന്ന് അറിയുന്നു. അവൻ നമ്മെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. നിത്യമായ ആ അറിവ് അവ എന്നെ അനുഗമിക്കുന്നു. ഈ ദിവസങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതകാലത്ത് മാത്രമല്ല, ഈ ദൈവം ജീവപര്യന്തം എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ നിത്യതയോളം നാം കർത്താവിനെ അനുഗമിക്കുവാനുള്ള ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ നിത്യ ഇടയനെ, ഈ സർവശക്തനെ ആർക്കും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല എന്നും, അവയെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവനെന്നും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിത്യമായ സുരക്ഷിതത്വം നൽകുവാൻ കഴിയുന്ന നിത്യനായ ദൈവമായ ഇടയനാണ് നമുക്കുള്ളത് എന്ന് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് കൃപ നൽകി. ആ മഹത്വമായ ദാനത്തെ നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം.
കർത്താവിനോട് കൂടെ നടന്ന് കർത്താവിനെ ഗ്രഹിപ്പാനുള്ള വിളിയാണ് ഈ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ട് ഇരുന്നത്. തന്നെ അനുഗമിച്ച ശിഷ്യന്മാർ അസാധാരണ വ്യക്തിത്വം ഒന്നും ഉള്ളവരായിരുന്നില്ല എന്ന് നാം ഇതിനോടകം ചിന്തിച്ച് കഴിഞ്ഞിരുന്നു. എന്നാൽ കർത്താവുമായിട്ടുള്ള ആ വലിയ ബന്ധമാണ് ലോകത്തെ കീഴ്മേൽ മറിക്കത്തക്ക ഒരു ചാരുത ശക്തിയായിട്ട്, സ്വാധീന ശക്തിയായിട്ട് അവർ തീരുവാനായിട്ടുള്ള ഒരു കാര്യം. ഏകദേശം 20കളിൽ ഉള്ള ജീവിതങ്ങൾ, ഒരു കൂട്ടം ചെറുപ്പക്കാർ, നസ്രയനായവൻ എന്ന് ലോകം കണ്ട് തള്ളിപ്പറഞ്ഞവനെ അനുഗമിക്കുവാനായിട്ട് ഒരു ചെറിയ കൂട്ടത്തിന് ഇടയായിട്ട് തീർന്നു. ആളുകളുടെ പെരുപ്പമോ വലിപ്പമോ അല്ല, കർത്താവ് എപ്പോഴും ഗുണമേന്മയാണ് നോക്കുന്നത്. കർത്താവിനോട് കൂടെ ആ ചെറുപ്പക്കാർ ജീവിച്ചു. അവരുടെ തീഷ്ണതയും അവരുടെ പഠിക്കാനുള്ള ആവേശവും കർത്താവ് ഉപയോഗപ്പെടുത്തി അവരെ ഒരു യുവജന പ്രസ്ഥാനമായിട്ട് മാറ്റി. നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, ക്രിസ്തു സഭ എന്ന് പറയുന്നത്, കർത്താവിൻ്റെ മാർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു യുവജന പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയത്. അതിനു വേണ്ടി യുവാവായ കർത്താവ് ജീവൻ കൊടുത്തു. താൻ സംരക്ഷിച്ചവരും ആ ജീവനെ, ആ ദൈവപുത്രനെ മുറുകെ പിടിച്ച് ആ വചനത്തെ ചേർത്ത് വെച്ച് അവരുടെ ജീവിതം ലോകത്തിന് മുഴുവൻ വിളമ്പിക്കൊടുത്തപ്പോൾ ക്രിസ്തു മാർഗം ലോകത്തിൻ്റെ ജീവനായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാം. ആ വഴികളിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് അവിടെ അഭ്യസിപ്പിച്ച നിരവധി കാര്യങ്ങളൊക്കെ നാം ഇതിനോടകം കേട്ടുകഴിഞ്ഞു. അത് ചിലതൊക്കെ ഓർപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിലേക്കൊന്നും പോകാനായിട്ട് ഇപ്പോഴ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ഒരു വാക്യം നമ്മുടെ ചിന്താവിഷയമായിട്ട് ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്, സഹോദരന്മാരുടെ ഹൃദയത്തിൽ പ്രേരണയായിട്ട് നൽകിയിരിക്കുന്ന കാര്യം ഞാൻ ഓർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. 24-ാമത്തെ വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, അതിൻ്റെ 24-ാമത്തെ വാക്യം. താങ്ക് യു സോ മച്ച്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ആജ്ഞകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആജ്ഞയാണ്, ഒരു പ്രമാണമാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് കേട്ടത്. സുവിശേഷങ്ങളിൽ ഈ വാക്യം വച്ചിരിക്കുന്നത് ഒരു പ്രത്യേക നിലകളിലാണ്. അത് വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. നാം ആ കാര്യം ഒക്കെ ശ്രദ്ധിച്ചു. എന്നാൽ കർത്താവ് ഇതുവരെ തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പഠിപ്പിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അഭ്യസനമാണ് ഇപ്പോഴ് ശിഷ്യന്മാർക്ക് നൽകുന്നത് എന്നുള്ളത് നാം ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. He departs from his previous teaching to a certain different teaching in his life. അതെന്തിനാണ് അങ്ങനെ ചേർത്ത് എന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിൻ്റെ പകുതിയുടെ സന്ദർഭങ്ങളിൽ കർത്താവിനെ പൊതുജനം തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ട് ഉപദേശിക്കുന്നു എന്നും പറഞ്ഞ് കർത്താവിൻ്റെ ഉപദേശത്തെ അവർ തള്ളിക്കളഞ്ഞു, സ്വന്തം ജനമായ ഇസ്രായേൽ ജനം. എന്നാൽ അങ്ങനെ തള്ളിക്കളഞ്ഞവരുടെ കൂട്ടത്തിൽ വെച്ച് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാർക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ, ഇത് പത്രോസ് ഞാനല്ല, എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വെളിപ്പാട് അപ്പോസ്തലനായ പത്രോസിന് നൽകിയ ആ സന്ദർഭമാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്ന ആ കാര്യം.
ലോകം കർത്താവിനെ തള്ളി പറഞ്ഞെങ്കിൽ തന്നെയും ശിഷ്യന്മാർക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ചു ദൈവാത്മാവ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം ആ കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. കർത്താവ് ലോകത്തോട് ശിഷ്യന്മാരോട് ചോദിച്ചൊരു കാര്യം, ആളുകൾ എന്നെക്കുറിച്ച് എന്തോ പറയുന്നു എന്നുള്ള കാര്യം. അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ചോദ്യം, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോഴാണ് കർത്താവിനോട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ദിസ് ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് വേർഡ്സ്. നീ ജീവനുള്ളവനാണ്, നീ ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസ് അപ്പോസ്തലനെ അനുമോദിച്ച കാര്യം നമുക്ക് ഓർക്കാനായിട്ട് സാധിച്ചു. ഹി വാസ് വെയിറ്റിംഗ് ഫോർ എ പോയിന്റ് that from his own people he wanted that this confession to come out, that he is Christ, the Son of the living God. The world rejected that. ആ സന്ദേശത്തെ ലോകം തള്ളിക്കളഞ്ഞു. കർത്താവിന് പറയാനുള്ള ചില കാര്യങ്ങൾ കർത്താവ് ആ ദിവസങ്ങളിൽ തൻ്റെ ഹൃദയത്തിൽ കരുതിയിരുന്നത് പത്രോസിനും ശിഷ്യന്മാർക്കും ഈ സത്യം വെളിപ്പെട്ടതിന് ശേഷമേ പറയുവാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ എന്ന് നമുക്ക് ഓർക്കാനായിട്ട് ഇടയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. നീ മശിഹായാണ് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ലോകം മശിഹായെക്കുറിച്ചൊരു പ്രത്യേക കാഴ്ചപ്പാടാണ് അവരുടെ മുമ്പിലുണ്ടായത്. മശിഹ വരും, അവരെ കീഴ്പ്പെടുത്തിയിരുന്ന റോമ സാമ്രാജ്യത്തെ മശിഹായും അവരുടെ ശിഷ്യന്മാരും ചേർന്ന് സ്വർഗീയമായ അധികാരത്താൽ കീഴ്പ്പെടുത്തി യെരുശലേമിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കും. അന്ന് തങ്ങളെല്ലാവരും കർത്താവിനോട് ചേർന്ന് ഈ ഭൂമിയിൽ സിംഹാസനങ്ങളിലിരുന്ന് വാഴും. അതാണ് യഹൂദ പ്രവാചകന്മാരുടെ പ്രവചന പുസ്തക പ്രകാരം അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഒരു നിലയിൽ ആ കാഴ്ചപ്പാടിലാണ് എന്നെ വിട്ട് പടകും വലയും അപ്പനെയും ഒക്കെ വിട്ട് ഇറങ്ങി തിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ ചെയ്തതിൻ്റെ പ്രേരക ശക്തി എന്നൊക്കെ ഓർക്കുവാനായിട്ട് നമുക്ക് കഴിയും. ആ രാഷ്ട്രീയമായ ചിന്താഗതിയെ കർത്താവ് വളരെ അറിഞ്ഞിരുന്നു. പത്രോസ് അപ്പോസ്തലൻ വളരെ സന്തോഷത്തോടാണ് പറഞ്ഞത്, അങ്ങ് വാസ്തവത്തിൽ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന മശിഹായാണ്, ക്രിസ്തുവാണ് എന്നുള്ള ആ കാര്യം. എന്നാൽ ആ സന്ദർഭത്തിൽ ഞാനിങ്ങനെ പറയട്ടെ, അവരുടെയൊക്കെ ഹൃദയത്തെ തകർത്ത് കളയത്തക്ക നിലയിൽ കർത്താവ് ഒരു പുതിയ സത്യം അവർക്ക് വെളിപ്പെടുത്തി. അത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരുവെഴുത്തുകളിലേക്ക് കൊണ്ടുവരികയാണ്. നാം ഏത് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും തിരുവെഴുത്ത് അങ്ങനെ തന്നെ പറയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 16-ാം അധ്യായത്തിൻ്റെ വേദഭാഗങ്ങൾ ആദ്യത്തെ ഇതിലൊക്കെ നമ്മൾ വായിക്കുന്നു. താൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്രിസ്തുവാണ് എന്ന് ആരോടും പറയരുതെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. എന്നാൽ നമ്മുടെ വിഷയം അടുത്ത വാക്യത്തിലേക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം ശ്രദ്ധിക്കൂ. അതിൻ്റെ 21-ാമത്തെ വാക്യം. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. മശിഹ വരും, യെരുശലേമിലേക്ക് പോകും, അധികാരത്തെ സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയാൽ കീഴ്പ്പെടുത്തും, അവനോടുകൂടെ ഞങ്ങൾ വാഴും. കർത്താവ് പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. പക്ഷെ ഞാൻ പോകുന്നത് ഇപ്പോഴ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയും നിങ്ങൾ കേട്ടിരിക്കുന്ന പഠിപ്പീരനുസരിച്ച് ഞാൻ യെരുശലേമിലേക്ക് ചെന്ന് അവിടെ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു പ്രത്യേക നിലയിലേക്ക് കർത്താവിൻ്റെ ജീവിതത്തെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ് 8-ാം അധ്യായത്തിലാണ് ഈ കാര്യം ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്നത് കൊണ്ട് 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. പടിപടിയായിട്ട് യെരുശലേമിൽ സംഭവിക്കേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധേയമാണ്. ഞാനത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31, 32, 33 വാക്യങ്ങൾ ഇപ്പം നമ്മൾ വായിച്ച വാക്യത്തോട് ചേർത്ത് വായിക്കാവുന്നതാണ്. എന്നാൽ 9-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആ സത്യത്തോട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർത്തു. 10-ാം അധ്യായം 32, 33 വാക്യങ്ങളിൽ ആ കാര്യം വാസ്തവമായിട്ട് ചിത്രം വരച്ച് തീർത്തു. If you put those 3 verses together,
you get a point of what the mission of the Lord. കർത്താവ് പറയാണ്, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്. ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്ക് ഓർത്തത് വിവരിക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് പറയാൻ, ഞാൻ ഇപ്പോഴേ വാഴ്ചയ്ക്കായിട്ടല്ല പോകുന്നത്, ഭരണമേറ്റെടുക്കാനായിട്ടല്ല പോകുന്നത് എന്ന് പറഞ്ഞ് അവരുടെ മതഭക്തിയുടെ യഥാർത്ഥ ചിത്രം അവിടെയാണ്. ഈ മതഭക്തി ഭയങ്കര അപകടകരമാകട്ടോ. നമ്മിൽ പലരും വാസ്തവത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നതിന് പകരം മതഭക്തിയുള്ളവർ. പണ്ട് ചെറിയാൻ സാറാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ചെറിയാൻ സാറ് പറഞ്ഞു, കർത്താവിനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ ആരും അനങ്ങത്തില്ല. പക്ഷെ ബ്രദറുകാരെക്കുറിച്ചോ ബ്രദറിലെ ഇന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ രക്തമൊക്കെ തിളയ്ക്കും എന്ന് പറഞ്ഞതിലൂട്ട് അവർ കൊണ്ടു നടന്നിരുന്ന മതഭക്തി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് തള്ളിപ്പറയുന്ന, കൊല്ലുന്ന, നശിപ്പിക്കുന്ന ഒന്നായിട്ടിരിക്കുന്നു. ഇത് സാധാരണക്കാരെക്കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഈ ആരെയെ പരിചയപ്പെടുത്തുന്നത്? ഇവിടെ മൂപ്പന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ആ വാക്യം അതൊരു ഒരു പര്യായ പദമാണ്. യഹൂദ പാർലമെൻറ്റിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ സന്നഹദീൻ സംഘം ഇതിനെ പിടിച്ച് വിചാരണ ചെയ്യും, കൊല്ലും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2, മഹാപുരോഹിതൻ, ദേ ആർ ഇൻ ചാർജ് ഓഫ് ദ ടെമ്പിൾ ആൻഡ് ഓൾ ദ വർഷിപ്പ്. One is a political aspect, other one the religious, all the അവിടുത്തെ എല്ലാ യാഗങ്ങളും അവിടുത്തെ ആ കാര്യങ്ങൾ. മൂന്നാമത്തെ കാര്യം ശാസ്ത്രിമാർ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ പള്ളികളിലൊക്കെ പോയി ദൈവവചനം പഠിപ്പിക്കുന്ന, ന്യായപ്രമാണ പുസ്തകത്തെ ഒട്ടും തെറ്റുകൂടാതെ പഠിപ്പിക്കുന്നു. പക്ഷേ അവരുടെ മതതീഷ്ണത, അവർക്ക് മനസ്സിലാകാത്ത, അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുന്നവരെ കൊല്ലുക, നശിപ്പിക്കുക. മതവിദ്വേഷം ഇന്ന് രാജ്യങ്ങളെ, പ്രിയപ്പെട്ടവരെ, ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ശക്തി ഈ മതതീഷ്ണതയാണ്. അതിൻ്റെ കഠോരത അനുഭവിക്കുന്നവനാണ് വാസ്തവത്തിൽ ദൈവദാസന്മാരിൽ അനേകരും. ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മതത്തിൻ്റെതായ കാഠിന്യം, അതിൻ്റേതായ ഉപദ്രവിക്കുന്ന ശക്തി, കർത്താവ് പറയാണ്, ഞാൻ അവരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്ന കാര്യമാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ന് മുതൽ ആ കാര്യം പറഞ്ഞു. എന്ന് മുതൽ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, അവിടുന്നാണ് മശിഹ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ തെറ്റിദ്ധാരണയെ തിരുത്താനായിട്ട് കർത്താവ് ആ കാര്യം പറഞ്ഞു എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ആ കാര്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നും നാം ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതിൻ്റെ 8-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കുന്നതും നന്നായിരിക്കും. 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ മതി. കർത്താവ് അത് പറഞ്ഞു. അത് അവിടെ ആ വാക്യത്തിലത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ വാക്യം മുമ്പേ നമ്മൾ വായിച്ചില്ലെങ്കിൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന്, അടുത്ത വാക്യം, അവരെ ഉപദേശിച്ച് തുടങ്ങി. He began to teach them. അന്ന് മുതൽ അതുവരെ പഠിപ്പിക്കാത്ത ഒരു പ്രത്യേക കാര്യമാണ് He began to teach them. അതിനു മുമ്പ് കർത്താവ് മരിക്കും, അടക്കപ്പെടും, ഈ യഹൂദ മേധാവിത്വത്താൽ ഉപദ്രവിക്കപ്പെട്ട് അവരാണ് അവനെ കൊല്ലുന്നത് എന്നൊന്നും കർത്താവ് പറഞ്ഞിരുന്നില്ല. അന്നു മുതൽ, അടുത്ത വാക്യമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിച്ചത്. പിന്നെ 32-ാമത്തെ വാക്യം, അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു, ശിഷ്യന്മാരെ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. He began to declare it to publicly. അത് വലിയൊരു ആപത്താണെന്ന് കൂട്ടത്തിൽ സീനിയറായ പത്രോസിന് തുടങ്ങി. കാരണം ഈ മതനേതൃത്വമാണ് അന്ന് മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിരുന്ന മശിഹായെ പരസ്യമായിട്ട് കൊല്ലുക എന്ന് പറഞ്ഞിരിക്കുന്നത്.
അതൊരു വലിയ സ്ഫോടകാത്മകമായ ഒന്നായിട്ട് ശിഷ്യന്മാർക്ക് തോന്നി. അത് അവർക്കെന്ന് മാത്രമല്ല, അത് കേട്ടവർക്കെല്ലാം അത് വളരെ വ്യക്തമായിട്ട് തീർന്നു എന്നും വായിക്കാനായിട്ട് കഴിയും. അവൻ അത് തുറന്ന് പറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ശിഷ്യന്മാരുടെ പ്രതികരണത്തെക്കുറിച്ച് നാം ഇവിടെ വിശദമായിട്ട് വായിക്കുന്നില്ലെങ്കിലും അവിടെ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രതികരണം വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു പറഞ്ഞു. കൂട്ടത്തിൽ പ്രായമുള്ള ആളിനല്ലേ എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം കർത്താവ് ഇങ്ങനെ പരസ്യമായിട്ട് പ്രസംഗിക്കുക, അത് വളരെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഈ പത്രോസ് അപ്പോസ്തലന് തോന്നിക്കാണും. കാരണം പ്രതീക്ഷകളൊക്കെ മങ്ങിയെന്ന് മാത്രമല്ല, ഇപ്പം രാജ്യത്തിൽ തന്നോടുകൂടെ മഹിഷാരുടെ വാഴാനായിട്ട് സാധിക്കത്തില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ യെരുശലേമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, യെരുശലേമിലേക്ക് അടുത്തോണ്ടിരിക്കുക. അന്നേരമാണ് പിന്നെയും പരസ്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പത്രോസിനും ശിഷ്യന്മാർക്കുമൊക്കെ അവരുടെ ജീവിതത്തെ തന്നെ വലിയൊരു അപകടയുടെ മേലയിലേക്ക് അവർ ചെന്നെത്തുന്നതായിട്ട് അവർക്ക് തോന്നി എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ടാണ് പത്രോസ് വേറിട്ട് പറഞ്ഞത്, ഗുരു, ഇത് വളരെ കടുപ്പമേറിയ ഒരു കാര്യമാണ്. ഇത് എന്തോ അങ്ങക്ക് പറ്റി, ഞങ്ങളൊക്കെ എന്ത് പ്രതീക്ഷയോടാ വന്നേ. ഇനിയും ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ കുടുംബകലഹമായിരിക്കും. ഭാര്യമാരൊക്കെ ഞങ്ങളോടൊക്കെ എന്തൊക്കെയാണ് പറയാൻ പോകുന്നേ. ഞങ്ങളുടെ തൊഴിലൊക്കെ വിട്ട്, ആ പടകവും വലയുമൊക്കെ വിട്ട്, ഇപ്പം ഞങ്ങൾ വീടൊക്കെ വിട്ട് നിൻ്റെ കൂടെ വന്നിരിക്കുക. വീട്ടിൽ ഇനി എങ്ങനെയാ ചെല്ലുന്നേ? എന്താ പറയാൻ പോകുന്നേ? അല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. പത്രോസിൻ്റെ ഹൃദയം വാസ്തവത്തിൽ നമ്മളും അങ്ങനെ തന്നെ ആ നിലയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കൂ. വേറിട്ട് ചെന്നിട്ട് പറഞ്ഞു, അയ്യോ, ഇത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്താ പറ്റി? പത്രോസ് കർത്താവിനെ ശാസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ആ സന്ദർഭത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുകളും വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അവനോ തിരിഞ്ഞ് ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു. ശിഷ്യന്മാരും പത്രോസും ഏകദേശം ഒരേ നിലപാടെടുക്കുകയാണ് എന്ന് കർത്താവിന് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ ഇത് ചെയ്ത്. എന്താ ശാസിച്ചതെന്നറിയാമോ? സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റേതല്ല, മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദുഃഖം അല്ലേ ഈ വാക്കുകളിൽ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. കൂട്ടത്തിൽ ഏറ്റവും ആത്മീയൻ, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവൻ പറയാണ്, കർത്താവേ, ഇത് അരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഏതിനായിട്ട് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വരുന്നുവോ ആ ദൗത്യ നിർവഹണത്തിന് ഇപ്പോഴ് മറ്റ് ചുറ്റുപാടുമുള്ള ജനങ്ങളെല്ലാം എതിര് നിൽക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തം ശിഷ്യന്മാരും എതിരായിട്ട് നിൽക്കുകയാണ് എന്ന് തോന്നുന്ന നിലയിലാണ് കാര്യങ്ങൾ തീരുന്നത്. ആർക്കും ഒന്നും മനസ്സിലാകാത്ത ഒരു പശ്ചാത്തലം എന്ന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. അടുത്ത വാക്യങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഞാനതിന്ന് അല്പ വാക്കുകളിൽ വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പിന്നെ അവൻ പുരുഷാരത്തെയും മറ്റ് ശിഷ്യന്മാരെയും അരികെ വിളിച്ച് പറഞ്ഞത് ആയിട്ട് നമ്മൾ വായിക്കുന്നു. കർത്താവ് ഈ ശാസന കേട്ട് മിണ്ടാതിരുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കും, ശാസിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇവിടെ ആ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താനെ, നീ എന്നെ വിട്ട് പോ. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എതിരാളി എന്നാണ്. എതിരാളി എന്നുള്ള അർത്ഥത്തിലാണ്. ദൈവിക കാര്യപരിപാടിയെ വാസ്തവത്തിൽ എതിർത്ത് നിൽക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ കർത്താവ് ആ വാക്കുകൾ പറഞ്ഞു എന്ന് നമുക്ക് വാസ്തവമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നും ഈ വാക്കുകൾ നമ്മെ ഓർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ദൈവിക കാര്യപരിപാടിയെ വാസ്തവത്തിൽ ഗ്രഹിക്കാൻ കഴിയാതെ സാത്താന് പിൻബലമായിട്ട്, അല്ലെങ്കിൽ സാത്താൻ്റെ ചിന്താഗതിയോടുകൂടെ ജീവിക്കുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിലും പലപ്പോഴും ദൈവിക സത്യങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ ആത്മീയന്മാരെന്നും ദൈവമക്കളെന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പിന്താങ്ങി നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് സാത്താൻ്റെ സാത്താൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണ് ആരിൽ കൂടെ ആണെങ്കിലും
കുരിശിൽ ദൈവപുത്രൻ മരിക്കാൻ പാടില്ല. യെരുശലേമിൽ ദൈവപുത്രൻ തൻ്റെ ജീവനെ കൊടുക്കാൻ പാടില്ല. ആ കാര്യപരിപാടി പൈശാചികൻ്റെതാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എതിരാളി, നീ, അവിടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യൻ്റേതത്രേ കരുതുന്നത്. ഒരു പ്രായോഗികമായ വാക്കുകളായിട്ട് നമുക്കത് കരുതാം. നമ്മൾ പലപ്പോഴും ആത്മീയമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവ് നമ്മെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. യു ഡു നോട്ട് മൈൻഡ് ദ തിങ്സ് ഓഫ് ഗോഡ്. വൈ ഡു യു കം ടു ദ മീറ്റിംഗ്? Why do you engage in the matters of God? You do not think in the terms of God. നീ മാനുഷികമായ കണക്കുകൂട്ടലിലൂടെ, മാനുഷികമായ ചിന്താഗതികളോടാണ് ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. പണ്ടൊക്കെ കുമ്മനാട് കൺവെൻഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു ഉദാഹരണം പറയാനൊന്നും ആഗ്രഹിച്ചു വന്നു. അല്ലെങ്കിൽ അവിടെ യോഗത്തിന് വന്ന് പ്രസംഗമൊന്നും വന്ന് കേൾക്കാനല്ല. പിള്ളേരുടെ കല്യാണമൊക്കെ നടക്കണം, മറ്റു പല കാര്യങ്ങളൊക്കെ സാധിക്കണം. അങ്ങനെയുള്ള ഭൗമികമായ ചിന്താഗതികളോടുകൂടെയാണ് ആളുകളൊക്കെ പോകുന്നതെന്ന് കേട്ടുണ്ട്. യു ഡു നോട്ട് ഹാവ് ദ മൈൻഡ് ഓഫ് ഗോഡ്, പീറ്റർ. ഐ ഹാവ് ട്രെയിൻഡ് യു, ഐ ഹാവ് ടോട്ട് യു മൈ ഹാർട്ട്, ബട്ട് ഐ ആം സോ ഡിസപ്പോയിൻറ്റഡ് ദാറ്റ് യു ഡു നോട്ട് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് മൈ പ്രോഗ്രാം ആൻഡ് വൈ ഐ ഹാവ് കം ടു ദിസ് വേൾഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവിൻ്റെ കാര്യപരിപാടികളെ ഉൾക്കൊള്ളുവാനും ആ കാര്യപരിപാടിക്ക് അതിനുവേണ്ടി കർത്താവ് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരു തടസ്സക്കാരനായിട്ട്, സ്ഥലം സഭയിൽ ആത്മീയമായ കർത്താവിൻ്റെ കാര്യപരിപാടിക്ക് ഒരു തടസ്സക്കാരനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഹൗ ഇസ് മൈ ലൈഫ്? സാത്താനെ, നീ എന്നെ വിട്ടുപോകും, നീ എൻ്റെ കാര്യമല്ല, നീ എൻ്റെ കൂടെ ജീവിക്കുന്നത്, നീ എപ്പോഴും എൻ്റെ വാക്ക് കേട്ടോണ്ടാ. ബട്ട് യു ഡു നോട്ട് മൈ പ്രോഗ്രാം. ഇൻ യുവർ ഹാർട്ട് ഐ ഹാവ് നോ പ്ലേസ്. നീ ഇപ്പോഴും ആ സാത്താന്യമായ ചിന്താഗതികളാണ്. അതെന്താ? യെരുശലേമിൽ ചെല്ലണം, അവരോട് എതിർത്ത് നിൽക്കണം, അവരെ പിടിച്ചു കെട്ടണം, അവരുടെ അധികാരമൊക്കെ ഏറ്റെടുക്കണം എന്ന ആ ചിന്താഗതിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യം. കർത്താവിൻ്റെ കാര്യപരിപാടിയോട് പ്രതിബദ്ധത കാണിക്കാനോ കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കാനോ ആ ശിഷ്യന്മാർക്ക് കഴിയാതെ പോകുന്നല്ലോ. പ്രലോഭനങ്ങളുടെ പിന്നാലെ അവർ പോകാനിടയായിട്ട് തീരുന്നല്ലോ എന്നാണ് കർത്താവ് വാസ്തവമായിട്ട് ഓർക്കുകയും അവരെ ഇത്ര കഠിനമായ വാക്കുകളിൽ എന്ന് പറയട്ടെ ശാസിക്കാനിടയായിട്ട് തീർന്നതുമെന്നും ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മളോട് ചോദിക്കാം, ഈ സന്ധ്യാസമയത്ത്, ഈ രാത്രിയിൽ, കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്താഗതി ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഏറ്റവും നല്ല സഭയായ ഫിലിപ്പിയ സഭയോട് പോലും പറയത്തക്ക നിലയിൽ അവിടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തമ്മിൽ ചേർന്ന് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ചുരുക്കത്തിൽ ലോകത്തിലാകമാനമുള്ള ഒരു ചിന്താഗതിയാണ് പത്രോസ് വക്താവായിട്ട് തീർന്നത്. ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്? ലോർഡ്, let me tell you, don't be too serious about the things of God. Take it lightly. Don't give all your life. You may make mistake. Okay? Then what is that you have to do it? Avoid the way of suffering. ഈ കഷ്ടതയൊന്നും വേണ്ട കേട്ടോ. കർത്താവിന് വേണ്ടി ജീവിക്കണം. എന്നാൽ don't be overzealous about the things. You mind your own business, and when you have some time, you give that time to the Lord. That is normal life. That is enough, Lord. Don't disappoint us. Don't put your life to trouble. You say that you go to Jerusalem and you are going to die on the cross. What is that you are going to gain? Ignorant of the program and the purpose of God. God was training him. ദൈവം പത്രോസ് അപ്പോസ്തലനെയും ശിഷ്യന്മാരെയും എന്തോ ഒരു പ്രതീക്ഷയിലാണ് വളർത്തിയത്. എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്തോണ്ട് നമ്മൾ പത്രോസ് അപ്പോസ്തലൻ്റെ ഒന്ന് കാര്യം തന്നെ, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട എത്ര വർഷമാണെന്നറിയാം. ഈ വൃക്ഷം നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് വളർത്തുക 10-60 ഒക്കെ. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടു തന്നെ 54 വർഷമായി. 54 വർഷമായ ഒരു വൃക്ഷം വേണ്ടതുപോലെ ഫലം കായ്ക്കാതിരുന്ന എന്തൊരു ദുഃഖമായിരിക്കും.
കർത്താവേ, ആ കഷ്ടതയുടെ വഴി വേണ്ട, ഞാനൊരു പ്രായമുള്ള ആളെന്നുള്ള നിലയിൽ ഉപദേശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പത്രോസ് ശാസിച്ച ആ കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നു. ആത്മീയതയുടെ വഴി കഷ്ടതയുടെ മാർഗമാണ് എന്ന് കർത്താവ് പഠിപ്പിച്ചപ്പോൾ അത് ഗ്രഹിപ്പാൻ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാനായിട്ടും ഉൾക്കൊള്ളുവാനായിട്ടും കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് ഈ വേദഭാഗത്ത് ഓർക്കാനായിട്ട്. 34-ാമത്തെ വാക്യം, ആ കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. അത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞത്. വരാൻ ഇച്ഛിക്കുക, തന്നെത്താൻ ത്യജിക്കുക, തൻ്റെ ക്രൂശ് എടുക്കുക, അത് അനുഗമിക്കുക. ദാറ്റ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്. അങ്ങനെ ചെയ്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. കുഞ്ഞുങ്ങളെ, ഞാൻ യെരുശലേമിലേക്ക് പോവുക. ഞാൻ വന്നത് എൻ്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കാൻ. ലോകത്തിന് എൻ്റെ ജീവനല്ലാതെ മറുവിലയില്ല, മറ്റൊരു രക്ഷകനില്ല, വേറൊരു മാർഗമില്ല, പാപപരിഹാര വഴിയില്ല. ഞാൻ കുരിശ് മരിക്കാതിരുന്നാൽ ലോകം മുഴുവൻ നിത്യനാശത്തിലേക്ക് പോകും. ഞാൻ പോകുമ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം. ഞാൻ കുരിശെടുക്കാനായിട്ട് പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ്സും ആ കുരിശിൻ്റെ മാർഗത്തിൽ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും കഷ്ടമനുഭവിക്കാനിടയായിട്ട് തീരണം എന്ന് പറഞ്ഞാൽ, നീണ്ട ജീവിതം കർത്താവ് തരുമ്പോൾ അനേകരെ ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവരുവാൻ, ത്യാഗപൂർണമായ ഒരു ജീവിതം നയിപ്പാൻ പത്രോസേ താങ്കൾക്ക് കഴിയണം എന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ ഓർക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം കൊണ്ട് നിത്യരാജ്യത്തിന് വേണ്ടി, നിത്യരാജാവിന് വേണ്ടി, നിത്യമായ കാര്യപരിപാടിക്ക് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാൻ ഇട വന്നില്ലെങ്കിൽ ആ ജീവിതം മഹാനഷ്ടം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ ചിന്താഗതികളെ ദൈവ വഴികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നാൽ അത് വളരെ വളരെ അപമാനകരമായ, ലജ്ജാകരമായതെന്നാണ് എന്നാണ് ഈ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നു. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ, പത്രോസേ ഈ ഉപദേശമൊക്കെ കൊള്ളാം, എന്നാൽ നീ നിൻ്റെ ജീവനെ രക്ഷിപ്പാനാണോ? ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മളോടെല്ലാവരോടും കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ട നല്ല ജോലിയൊക്കെ ഇല്ലേ, ഇങ്ങനെ സുഖമായിട്ടൊക്കെ ജീവിക്കുക, കർത്താവിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി എന്തിനു വേർക്കണം, ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്നൊക്കെ ചോദിച്ചാൽ നീ അതിനെ നേടാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെയും സുവിശേഷത്തിൻ്റെയും വേണ്ടിയും തൻ്റെ ജീവനെ കൊടുത്താൽ അതിനെ രക്ഷിക്കും. ഈ വ്യഭിചാരവും ദോഷവുമുള്ള തലമുറയിൽ കർത്താവ് പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ആരെങ്കിലും എന്നെക്കുറിച്ചോ എൻ്റെ സുവിശേഷത്തെക്കുറിച്ചോ ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ മടങ്ങി വരുമ്പോൾ ആ മഹത്വധാരിയായ ഞാൻ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കും. എത്ര ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ എന്തോ കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞത്. എൻ്റെ മരണം, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതിൻ്റെ അവസാനമല്ല. ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഐ എം ഗോയിങ് ടു കോൺകർ ഡെത്ത്. ഐ എം ഗോയിങ് ടു കം ബാക്ക് ആൻഡ് ഐ വിൽ ഗോ ആൻഡ് ലീവ് ഫോർ യു ആൻഡ് ഐ വിൽ കം ബാക്ക് ആൻഡ് ഐ വിൽ എസ്റ്റാബ്ലിഷ് മൈ കിങ്ഡം. ആൻഡ് when I come back, you will reign with me. Look at that verse. അത് ആ വാക്യത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ എനിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ജീവനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ഭൗമികമായ ലോകത്തിൽ മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മഹത്വ രാജ്യത്തിൽ എത്ര ശ്രദ്ധേയമായ വാക്കുകളായിട്ട് അതിരിക്കുന്ന അറിയാമോ? ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ വാക്കുകൾ. ലെറ്റ്സ് റീഡ് ടുഗദർ. ലെറ്റ് ദോസ് വേർഡ്സ് ഇംപ്രസ് our heart. Our life is not just for this temporary world.
we ought to live for eternity. ഈ വാക്കുകളാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ ദൂതന്മാരുമായിട്ട് വരും, ഞാൻ അവരെ ആദരിക്കും. ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ആവശ്യവും ഇന്ന് രാത്രി ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ കയ്യിൽ ഇനിയും വിശദമായിട്ട് പറയാൻ ചില കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അത് മനസ്സിലാക്കാൻ കൂടെയാണ് വിൽ യു കം ടു ചാപ്റ്റർ 9 ഓഫ് മാർക്ക് ഗോസ്പൽ ചാപ്റ്റർ 9. അവിടെ കർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട്. What do you mean by that? I'm going to die on the cross, but that's not going to be a burden. I'm going to enjoy that life, enjoy that death. മരണം ഞാൻ ആസ്വദിക്കാൻ പോവാണ്. എബ്രായ ലേഖനത്തിൽ അങ്ങനെ കർത്താവ് നിരാശപ്പെട്ട് ഒരു ഗതികേടിൽ മരിച്ചെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ജീവിക്കും. ഒരു പക്ഷേ ജീവിതത്തിൽ കർത്താവിനെ പോലെ രക്തസാക്ഷിയാകാനിടയായാലും ആ മരണം നാം ആസ്വദിക്കും. ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ദി ഇറ്റേണൽ ഷെപ്പേർഡ്. യു വിൽ എൻജോയ് ദറ്റ് ഡെത്ത്. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ കാണും. ഞാൻ സൂര്യൻ്റെ പ്രഭയോടുകൂടെ വാഴുമ്പോൾ നിങ്ങളും എന്നോടുകൂടെ വാഴും. Did Peter really take it to heart those rebukes? രാത്രി നാം ഇത് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഈ ശാസന ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിച്ചില്ല. യെരുശലേമിൽ ചെന്ന് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കയ്യിലകപ്പെട്ട് കർത്താവ് വളരെ ഭാരപ്പെടുമ്പോൾ പത്രോസ് വേറിട്ട് പോയിട്ട് ഈ മനുഷ്യനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ വാക്കുകൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കാം. നീ പറയുന്ന ഒന്നും എനിക്ക് തിരിഞ്ഞില്ല വേലക്കാരത്തിയോട്. ബാക്കിയുള്ളവരോട് പറഞ്ഞു, ആ മനുഷ്യനെ എനിക്ക് അറിഞ്ഞേകൂടാ. ആരാ പറഞ്ഞേ? ഒന്നാമൻ പത്രോസ്. ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പത്രോസ് ശാസിച്ചു. ഞാൻ ഈ മീറ്റിങ്ങിന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ ചിന്ത എന്നെ വളരെ ചിന്തിപ്പിച്ചതുകൊണ്ട് പറയുകയാണ്. നാട്ടുകാർ പത്രോസിനെ ശാസിച്ചു. നീയും ആ കൂട്ടത്തിലുള്ളവനാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. ആ 5 അപ്പവും 2 മീനും കൊണ്ട് നീ എത്ര സന്തോഷത്തോടെ അവിടെ എല്ലാം നേതാവായിട്ട് നീ നടന്നു. പക്ഷേ ഇപ്പം നിൻ്റെ യജമാനൻ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് ആരോരുമില്ലാത്തവനായിട്ട് നിൽക്കുമ്പോൾ പത്രോസെ നീ പറയാണോ എനിക്ക് അവനെ അറിഞ്ഞുകൂടാ? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. പത്രോസ് പരിച്ഛേദനക്കാരോടെ അല്ലെങ്കിൽ അവിടെ ജാതികളോടെ ഭക്ഷിച്ചു പോകുന്നു. എന്നാൽ പരിച്ഛേദനക്കാർ യെരുശലേമിൽ നിന്ന് വന്നപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ആ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് അവരോട് ചേർന്ന് നിൽക്കാതെ അല്ലെങ്കിൽ ജാതികളായ സഹോദരന്മാരോട് ചേർന്ന് നിൽക്കാതെ ഭയപ്പെട്ടു മാറി നിൽക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാവരുടെയും കേൾക്കെ പത്രോസിനെ ശാസിച്ചു. നീ യഹൂദന്മാരുടെ ക്രമപ്രകാരമല്ല, ജാതികളുടെ ക്രമപ്രകാരമാണിപ്പോൾ നീ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ജാതികളോട് ചേർന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യെരുശലേമിൽ നാളെ നേതാക്കന്മാർ വന്നപ്പോൾ നീ അവരോട് മാറി ഈ കൂട്ടരുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് പറയുന്ന ഒരു സ്ഥിതിയാണോ? ഷാൽ വി സെർച്ച് അവർ ഹാർട്ട്? രക്ഷിക്കപ്പെട്ടിട്ടും ശാസന നിരവധിയായിട്ട് കേട്ടിട്ടും കർത്താവ് ശാസിച്ചു, നാട്ടുകാർ ശാസിച്ചു, ആത്മീയരായിട്ടുള്ളവർ ശാസിച്ചു. എത്ര പ്രാവശ്യം ശാസിച്ചിട്ടുണ്ട്? ഡു വി ടേക്ക് ദോസ് റിബ്യൂക്സ് ഇൻ ഇറ്റ്സ് സീരിയസ്നെസ്? ആർ വി ഗ്രോയിങ് സ്പിരിച്വലി? ഈ യോഗത്തിൻ്റെ അവസാന എനിക്ക് ലഭിച്ചിരിക്കുന്ന സെഷൻ്റെ നാളെ പ്രഭാത സന്ദേശത്തിൽ അല്പവാക്കുകൾ പറയുമെങ്കിൽ തന്നെയും കർത്താവിനെ ഏൽപ്പിച്ച ഈ കാര്യം
ഞാൻ മരിക്കുന്നതും എൻ്റെ ജീവനെ യാഗമായി കൊടുക്കുന്നതും ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യം എന്ന് അവരോട് പറഞ്ഞ ആ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയാലും ദൈവകൃപയാലും അനുസരിപ്പാൻ അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. 2 തിമോത്തിയോസ് 2:11 വാക്യം, നാം അവനോടുകൂടെ മരിക്കുന്നുവെങ്കിൽ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേഴ്സ്. തള്ളിപ്പറയുന്നെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവൻ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്നല്ല. പക്ഷേ ഞാൻ എത്ര ആത്മീയമായിട്ട് അവനെ കരുതി, നല്ല സഭയിലൊക്കെ ആക്കി, എന്നാൽ അവിടെ ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ആത്മീയമായിട്ട് ജീവിപ്പാൻ എൻ്റെ മകനെ നിനക്ക് സാധിച്ചില്ലല്ലോ, ഞാൻ നിന്നെ ഓർത്ത് ദുഃഖിക്കുന്നു എന്ന് ആ പരസ്യവേദിയിൽ പറയാനിട വന്നാൽ എത്ര കോൺഫറൻസിന് ഞാൻ നിന്നെ കൊണ്ടുപോയി, എത്ര വർഷങ്ങൾ, എത്ര വിദഗ്ധരായ ആളുകൾ കൂടി സഭയിലൊക്കെ പഠിപ്പിച്ചെന്നാൽ പലപ്പോഴും ശാസന കേട്ടിട്ടും കൂട്ടാക്കാതെ ജീവിക്കുന്ന ഒരു സഹോദരനായിട്ട് മകനെ നീ തീർന്നല്ലോ എന്ന് പറയാൻ ഇടയാകുന്നെങ്കിൽ ദുഃഖകരമാണ്. തലകളെ വണക്കാം, നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായിട്ട് അത് പ്രതിപാദിക്കുന്ന പ്രചോദന വാക്കുകളായിട്ടിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിപ്പാൻ, അവൻ്റെ രാജ്യത്തിന് വേണ്ടി ചിലവായി പോകുവാൻ, ആവശ്യമെങ്കിൽ ജീവനെ കൊടുക്കുവാൻ നമുക്കിടയാകട്ടെ. കാരണം ഇവിടെ ജീവിച്ചാൽ നാം കർത്താവിനൂടെ അവിടെ സ്വർഗത്തിൽ ജീവിക്കുവാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ 1000 ആണ്ട് നാം അവനോടുകൂടെ വാഴും. അവൻ്റെ മഹത്വം നാം കാണും. അവൻ്റെ കാര്യപരിപാടിയിൽ നമ്മൾ പങ്കാളികളായിട്ട് തീരും. ഇത്ര മഹത്വമേറിയ കാര്യപരിപാടിയിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചതുകൊണ്ട് അവനോട് ജീവിക്കാം, അവന് വേണ്ടി ചിലവായി പോകാം. കർത്താവിന് വേണ്ടി ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്നുള്ള ആ കർത്താവിൻ്റെ പ്രതീക്ഷ ഉൾക്കൊണ്ട്, കർത്താവെ അടിയനിതാ എന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ഉത്തരവാദിത്വവും മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാളധികം അങ്ങ് എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറയുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, ഈ ആഴ്ചയുടെ അവസാന ദിവസനായി സ്തോത്രം. കഴിഞ്ഞ ദിവസവും ഈ ദിവസവും അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഇത് യാദൃച്ഛികമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതല്ല. ഞങ്ങൾ കേട്ടതുപോലെ അനേക സന്ദർഭങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്നിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഭൂമിയിലെ അനേകർ പട്ടുപോയപ്പോൾ അതിൻ്റെ മധ്യേ ഞങ്ങളെ ജയോത്സവമായി കഴിഞ്ഞ നാൾ നടത്തിക്കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവനും ഭക്തിക്ക് വേണ്ടി എല്ലാ നന്മകൾ ഉയർത്തുന്നു തന്നു. കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട പോലെ നിന്നെ തള്ളി പറയുന്ന ഒരു സാക്ഷ്യം മറ്റുള്ളവർ കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകുന്നു. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളേക്കാൾ ഞങ്ങളുടെ ജീവിതം ഒന്നുകൂടെ ക്രമീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കുറവുള്ളവരാണെന്ന് ഏറ്റു പറയുന്നു. എന്നാൽ ഞങ്ങൾ കേട്ടിരിക്കുന്ന ശാസനകൾ അനുസരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിന് വഴി കൊടുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിന്നോടുകൂടെ വാഴുവാൻ തക്കവണ്ണം, നിന്നെ തള്ളിപ്പറയാത്തവരായി ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വചനം ഗുണീകരണത്തിന് തന്നിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. കേട്ടനുസരിച്ച് നിൻ്റെ പാതയിൽ പിന്നെയും സഞ്ചരിപ്പാൻ തക്കവണ്ണം നീ തന്നിരിക്കുന്ന ആയുസ്സിൽ ഞങ്ങളെന്ന് സഹായിക്കണം. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കേട്ട നല്ല വചനത്തിനായി സ്തോത്രം. നിൻ്റെ ദാസന് വചനം കൊടുത്തുകൊണ്ട് സ്തോത്രം. കേൾക്കുവാനും തക്കവണ്ണം ഞങ്ങൾക്കെന്ന ഭാഗ്യകരമായ പദവിക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഫലം പിടിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. നിൻ്റെ രാജ്യത്തിൽ ഞങ്ങൾ നിന്ദിക്കപ്പെടുവാനിടയാകരുതേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തന്നിരിക്കുന്ന താലന്തുകൾ കർത്താവെ, ഞങ്ങൾ നിൻ്റെ നാമത്തിന് വേണ്ടി വിനിയോഗം ചെയ്യുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ.
നമ്മുടെ ഈ വർഷത്തെ തീം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുകരിക്കുകയും ചെയ്യുന്നു. ഈ തീമിൽ നിന്ന് കഴിഞ്ഞ 4 സെഷനിലായി പ്രിയ കർത്തദാസിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾപ്പാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നു. ദൈവനാമം മഹത്വപ്പെട്ടു. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഇത് കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ കർത്തദാസിൻ്റെ ശുശ്രൂഷകളെയും ഓർത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ കർത്തദാസനെ വഹിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയ ബേബി തോമസ് ബ്രദറിനെയും അതുപോലെ ബ്രദർ പുനൂസ് ഡാനിലിനെയും നന്ദി അറിയിക്കുന്നു. പ്രിയ കർത്തദാസനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ സെഷൻ ഇവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. നമ്മുടെ അടുത്ത സെഷൻ ഇതേ ഹാളിൽ 7:45 ആരംഭിക്കുന്നതാണ്. അത് ഒരു കമ്പൈൻഡ് സെഷനാണ്. ആ സെഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഓഫറിംഗ് ഉണ്ടായിരിക്കും എന്നുള്ള ഒന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. ദൈവനാമം മഹത്വപ്പെടുത്തട്ടെ. ഇപ്പോൾ നമുക്ക് ബ്രേക്കാണ്. അതിനുശേഷം 7:45 ഇവിടെ കടന്നു വന്ന് നമുക്ക് അടുത്ത സെഷൻ ആരംഭിക്കാം.